ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ക്രിസ്മസ് ഡേയുടെ അന്ന് എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ആയല്ലേ. അപ്പം ഞാൻ മൺഡേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് വിഷസ് നേരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ആഘോഷിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷം, അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാൻ മറക്കരുതേ. ഞങ്ങളും എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇത്തവണയും സിമ്പിൾ ആയിട്ടാണ് ആഘോഷിച്ചത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത്തവണയും ഞാൻ ക്രിസ്മസിന്റെ തലേന്ന് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് കാണിക്കാം. ഞാൻ എപ്പോഴും കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 മുട്ട വേണം. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 കോഴിമുട്ട, അതിൽ ഒരു മുട്ടയുടെ വൈറ്റും ഒരു മുട്ടയുടെ യെല്ലോയും വൈറ്റും ചേർന്നതാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് മിക്സി നന്നായിട്ട് തുടച്ച്, തണുപ്പൊന്നും ഇല്ലാതെ ഈർപ്പൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറായിരിക്കണം. അതിലേക്ക് ഒരടപ്പോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതിയെ, മണമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ. പിന്നെ അതേപോലെ തന്നെ അരക്കപ്പോളം നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചേക്കുന്ന പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇത് നമ്മൾ അടിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത്തവണ ബ്രൗൺ ഷുഗർ ആണ് എടുത്തേക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. വൈറ്റ് ഷുഗറിനേക്കാളും കുറച്ചും കൂടി നല്ലതാണല്ലോ, അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഏകദേശം ഒരു അരക്കപ്പിൽ മേലെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1/4 കപ്പ് എടുത്തിട്ടില്ല. ഷുഗർ ഒരുപാട് ഞങ്ങൾക്ക് ചേർക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അരക്കപ്പിനേക്കാളും കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ എടുത്തു. അതും കൂടി ആ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസിൽ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തു. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മൈദാമാവ് ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മൈദാമാവ് എടുക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ബാക്കി എല്ലാ സാധനങ്ങളും അളന്നെടുത്തത്, പാലും എണ്ണയും അതെല്ലാം. അപ്പോൾ നമ്മൾ ഏതിലാണോ അളക്കുന്നത് അതിൽ തന്നെ എല്ലാം അളന്നെടുക്കുക. പിന്നെ നമ്മൾ അളന്നെടുക്കുന്ന പാത്രത്തിലും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല, മിക്സ് ചെയ്യുന്നതിലും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കേക്കൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. പിന്നെ 1 ടീസ്പൂണോളം, 1 സ്പൂണിൽ 1/4 സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് മാവിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ഞാൻ വിട്ടുപോയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന മിക്സിയിൽ അരച്ചെടുത്തിട്ടില്ലേ ആ ഒരു വീറ്റ് ഇൻഗ്രീഡിയൻസ്, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ബാറ്ററിന്റെ തിക്നെസ് ഒരുപാട് കൂടാനും കുറയാനും പാടില്ല. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി. ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം, എല്ലാ കളറും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൈദാ മാവിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം. മൈദാമാവിൽ ട്യൂട്ടി ഫ്രൂട്ടി മിക്സ് ചെയ്യുന്നതിന്റെ കാരണം കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി അടിഭാഗത്ത് പോവാതിരിക്കാനാണ്. അപ്പൊ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തടവി എടുക്കണം എല്ലാ സൈഡിലും. അതിനുശേഷം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അവസാനം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി നട്ട്സും ഒക്കെ മേലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് നട്ട്സും ബദാമും അതുപോലെ വാൾനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് മാത്രമാണ് ചേർത്തത്. എന്നിട്ട് നമ്മുടെ കുക്കർ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു, സ്റ്റാൻഡ് വെച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് 45 മിനിറ്റ്സ് ആണ് സാധാരണ എടുക്കുന്നത്. എൻ്റെ ഈ ഒരു കേക്കിന് കുറച്ച് വലുതായ കാരണം കൊണ്ട് എനിക്ക് 1 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നീട് കുക്ക് ചെയ്യാനായിട്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് കേക്ക് ടിന്നെ ഇറക്കി വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 അവറോളം നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്ക്യൂസർ കൊണ്ടോ പപ്പടം കുത്തി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് കുത്തി നോക്കിയത്. അതിൽ മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മുടെ കേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നാളത്തേക്കുള്ള ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തന്നെ മേടിച്ചു. നാളെ ഹസ്ബൻഡിന് കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ എന്തായാലും നേരത്തെ കൂട്ടി മേടിച്ച് അത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എപ്പോഴും ചിക്കൻ കഴുകുന്ന പോലെ തന്നെ ഇത്തവണയും വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ചിക്കൻ നന്നായി കഴുകിയെടുത്തത്. അതിനുശേഷം കുറേ വെള്ളത്തിൽ കഴുകിയിട്ട് മസാലകൾ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഈസ്റ്റ് ഇന്ത്യൻ്റെ ഗരം മസാല, ഇറച്ചി മസാലയാണ്, ചിക്കൻ മസാലയാണ് ചേർത്തത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ തൈരും ലെമൺ ജ്യൂസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഓൾറെഡി വിനാഗിരി ചേർത്തിട്ടാണല്ലോ ചിക്കൻ കഴുകിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിപ്പ് രസം കാണും. അതുകൊണ്ട് ഇപ്പം ലെമൺ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചേക്കാണ്. ഇത്
ഞാനിപ്പോൾ കൺവേർട്ട് ചെയ്ത് ഫ്രിഡ്ജാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും, മസാല എല്ലാം പിടിച്ച് കിട്ടും. അപ്പോൾ തലേ ദിവസം നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ കുറച്ച് ഈസി ആയിരിക്കും. ഇനി ഇതേ വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും തലേ ദിവസം തന്നെ കേക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ക്രിസ്മസിന്റെ അന്ന് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും, പുറത്തു പോകും, പിന്നെ രാവിലത്തെ തിരക്കിനിടയിൽ പറ്റത്തില്ല. അപ്പൊ എന്തായാലും രാത്രി തന്നെ നമ്മൾ തലേ ദിവസം കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ തലേ ദിവസം ഒരു കേക്ക് ഉണ്ടാക്കി, പ്ലം കേക്ക് ഉണ്ടാക്കി, അതുപോലെ തന്നെ പുറത്തുനിന്ന് മേടിച്ചേട്ടാ. ഇത്തവണ ഞങ്ങൾ പുറത്തുനിന്ന് കേക്കൊന്നും മേടിച്ചിട്ടില്ല, കാരണം എല്ലാവർക്കും കോൾഡും പനിയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് പുറത്തുനിന്ന് മേടിക്കേണ്ടെന്ന് കരുതി ഞാൻ ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ് എല്ലാവരും കഴിച്ചത്. അപ്പോൾ അതേ നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേബിളിന്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ വന്നതിന് ശേഷം നമ്മുടെ വീട് തന്നെ ആകെ മാറിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. പിന്നെ അതേ ഞങ്ങൾ വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, 2-3 പീസ് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്ത് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് കേക്ക് കട്ടിങ്. അല്ലാതെ വേറെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ബ്രൗൺ ഷുഗർ ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നത്. വൈറ്റ് ഷുഗർ ആണെങ്കിൽ നല്ല സ്പോഞ്ച് ആയിട്ട് ഇരുന്നേനെ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിനകത്തേക്ക് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അത് നെക്സ്റ്റ് ഡേ നമ്മൾ കഴിച്ചു തീർക്കും. പിന്നെ അതേ നമ്മുടെ പുതിയ സ്റ്റോറേജ് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. കറിവേപ്പില നന്നായിട്ട് കഴുകി നന്നായിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ സ്റ്റോറേജ് ബോക്സിൽ വെച്ചേക്കുന്നത്. അത് ഞാൻ ഫ്രിഡ്ജിന്റെ താഴത്തെ സെക്ഷനിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അതേ ഞാൻ വന്നിട്ട് നമ്മുടെ ടേബിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള 1-2 സാധനങ്ങൾ നമ്മൾ മേടിച്ചല്ലോ. ഉണ്ണിയേശുവിന്റെ ക്ലേയിലുള്ളൊരു മോഡലും, പിന്നെ ഒരു ഹൗസ് ഉണ്ടായിരുന്നു, ക്രിസ്മസ് ഹൗസ്. പിന്നെ വേറൊരെണ്ണം ക്രിസ്മസ് ട്രീ വരുന്നൊരു ഹൗസിന്റെ മുകളിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയ സാധനമാണ്, വീഡിയോയിൽ വലുതായിട്ട് തോന്നുന്നതാണ്. നമ്മുടെ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയുണ്ടോ, അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അനിയൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞാനൊരു വ്ളോഗിൽ കാണിച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ടേബിൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓൺ ചെയ്തിട്ടും ഓഫ് ചെയ്തിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക ഫീലാണല്ലേ. പ്രത്യേകിച്ച് ഒരു ഡിസംബർ മാസവും ഒരു തണുപ്പും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലൈമറ്റും. പക്ഷെ നമുക്ക് അസുഖം വരും, അത് മറ്റൊരു സത്യം. പക്ഷെ എന്നാലും ഈ ഒരു ക്ലൈമറ്റ് ഈ ഒരു സീസണിൽ മാത്രമാണല്ലോ ഉള്ളത്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീടൊക്കെ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസിന്റെ തലേന്നത്തെ രാത്രിയിലത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ രാവിലെയാണ് വെടിയെടുത്തേക്കുന്നത്, അതായത് ക്രിസ്മസിന്റെ അന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റപ്പോൾ തന്നെ കുറേ ലേറ്റായി. 8 മണിയായി. 6 മണിക്കൊക്കെ എഴുന്നേക്കണമെന്ന് വിചാരിച്ചാണ് കിടന്നത്. പക്ഷേ കുറേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ ലേറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ചപ്പാത്തിയും കൂടിയാണ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ വൈഫൈക്ക് ഒരു പ്രശ്നം വന്നിട്ട് അത് കംപ്ലൈന്റ് ആയി. അങ്ങനെ അതിന്റെ ബോക്സ് റെഡിയാക്കാനായിട്ട് ആള് വന്നിട്ടാ. പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്ന് കുക്കിങ്ങിന് കയറിയത്. അപ്പോൾ തന്നെ ഏകദേശം 10 മണിയായി. പിന്നെ പെട്ടെന്നാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. ചപ്പാത്തിക്കുള്ള മാവ് തന്നെ രാവിലെയാണ് കുഴച്ച് വെച്ചത്. എന്നാൽ ഞാൻ തലേ ദിവസമേ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിരുന്നേനെ. പക്ഷെ അറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനെ സംഭവിക്കുമെന്ന് വൈഫൈക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. സ്പീഡിനാണ് ചെയ്തത്. നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. സവോളയും ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പെരുംജീരകവും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. എന്നിട്ട് വേണം ഉള്ളി വഴറ്റാനായിട്ട്. അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് വഴറ്റുന്നില്ല സവാളയൊന്നും, കാരണം ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. പിന്നെ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങയും കുറച്ച് നട്ട്സും കൂടി ചേർത്ത് അരച്ച് പേസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടുന്നത്. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുത്താൽ മതി. ചിക്കൻ കറി റെഡിയായി. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ രാവിലത്തേക്കും കൂടി ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തണുത്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ നല്ല തിക്കായിരിക്കും. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയായിരുന്നു കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് തലേ ദിവസമേ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ആയിരുന്നു.
ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10-11 മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയി പോയി. പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ കറി ഇരിപ്പുണ്ട്, പിന്നെ ഒരു മോര് കറി വെക്കണം, പിന്നെ മുരിങ്ങയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെക്കണം. അപ്പോൾ രാവിലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഇരുന്ന് ഞാനും ആമിയും ഹസ്ബൻഡും കൂടി ഇരുന്നിട്ടാണ് മുരിങ്ങയിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ തോരനൊക്കെ വെച്ചു. പിന്നെ അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഇതിനിടയിലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ നമ്മളിതേ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് ഞങ്ങൾ ബിരിയാണിയാണ് വെക്കാറുള്ളത്. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ആകെ തിരക്കായതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ചോറാണ് റെഡിയാക്കിയത്. അപ്പോൾ എന്തായാലും പുറത്ത് പോയി ഈവനിങ് ഉള്ള ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചേട്ടാ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്. ഞങ്ങൾക്കൊന്ന് സ്പെൻസർ പ്ലാസ വരെ പോകണം. അവിടെ പോയിട്ട് ആമിക്ക് ഒരു ബാഗ് മേടിക്കണമായിരുന്നു. അപ്പോൾ മോഡേൺ ലെതർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ എൻ്റെ ബാഗ്, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഹസ്ബൻഡിന് സ്വെറ്റർ എടുത്ത കാര്യം പറഞ്ഞല്ലോ, സെറ്റ് ഷർട്ട്, അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് റീസണബിൾ റേറ്റിന് തരും. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് വൈൽഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ. 2000 റുപ്പീസ് ആയി ആമിയുടെ ഒരു ബാഗിന് തന്നെ. കാരണം ഇതിപ്പോൾ ഓഫർ പ്രൈസിന് പോയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് കിട്ടിയത്. ഈ ഒരു ഒറ്റ പീസാണ് അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. കുറേ നാളായിട്ട് ആമി ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ ഫ്രോസന്റെ പ്രിന്റ് വരുന്ന ആനയും എൽസയൊക്കെ വരുന്ന ഒരു ബാഗ് മേടിക്കണമെന്ന്. അവൾക്കൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത്. അങ്ങനെ ഒരു ബാഗ് മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചുമ്മാതെ ഒന്ന് സ്റ്റുഡിയോയിൽ കയറിയതാണ്. ഒന്നും എടുക്കാനല്ല കയറിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഇതുപോലത്തെ ഓർണമെന്റ്സ്, ജ്വൽ ഐറ്റംസ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, കുറച്ച് സ്റ്റഡും പിന്നെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റും ആമിക്ക് 1-2 നെക്ലസ് അതൊക്കെയാണ് മേടിച്ചത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നിട്ടുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഞങ്ങളിതേ ബിലാലിൽ വന്നിട്ടുണ്ട്. ബിലാലിൽ എപ്പോഴും വരുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ, സ്പെൻസറിൽ വന്നാൽ നേരെ ബിലാലിലോട്ട് പോകും. മൗണ്ട് റോഡിലാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. സ്പെൻസറിന്റെ തൊട്ടടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ സോപ്പ് കുടിച്ചു. ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഞാൻ ഹസ്ബൻഡും ആമിക്ക് ഒരു ചിക്കൻ സൂപ്പും മേടിച്ചു കൊടുത്തു. പിന്നെ അതേ തിരികെ പോകുന്ന വഴിയിൽ സ്പെൻസർ വഴിയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചേക്കുവാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല മഞ്ഞാണ് ഈ ഒരു സമയത്ത്. നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നൈറ്റൊക്കെ ആണെങ്കിൽ സ്വെറ്റർ ഇട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ആമിയും ഞാനും സ്വെറ്റർ എപ്പോഴും വെച്ചേക്കും. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി. ബിലാലിൽ നിന്ന് ഞങ്ങളൊരു പാഴ്സൽ ബിരിയാണി മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആയിട്ട് ബിരിയാണി കഴിച്ചില്ല എന്നുള്ളൊരു പരാതി മാറിക്കിട്ടി. ഇതിന്റെ കൂടെ നമുക്കൊരു ബ്രിഞ്ചാൾ പച്ചടിയും റവ കൊണ്ടുള്ളൊരു ഹൽവയും പിന്നെ സാലഡും ആണ് തന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ സാലഡ് കഴിച്ചിട്ടില്ല, കോൾഡ് ആയ കാരണം കൊണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ അങ്ങനെയാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ക്രിസ്മസ് വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും നന്നായി ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.